ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ, അതായത് കൊല്ലം ജില്ലയിലെ ക്ലാപ്പന പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പുതുതായിട്ട് നിർമ്മിച്ച അംഗൻവാടിയുടെ ഇനാഗുറേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അംഗൻവാടി ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് പണിയൊന്നും തീർന്നിട്ടില്ല. ഇപ്പോൾ ഇനാഗുറേഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഈ കളർ പേപ്പറൊക്കെ വെച്ച് ഞങ്ങൾ ഇന്നലെ നൈറ്റ് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബലൂണും കാര്യങ്ങളൊന്നും അപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെ ആവുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കാറ്റൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ വന്നിട്ട് കുറച്ചും കൂടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. നമ്മുടെ ഈ പുതിയ അംഗൻവാടി ഇനാഗുറേറ്റ് ചെയ്യുന്നത് CR മഹേഷ് MLA ആണ്. MLA മാത്രമല്ല, ആശംസകൾ അറിയിക്കാനും മറ്റുമായിട്ട് വേറെയും ഒത്തിരി ഗസ്റ്റ് ഉണ്ട്. പാർട്ടി പ്രവർത്തകരും മറ്റ് അംഗൻവാടി സ്റ്റാഫ്, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാമിന്. ഇനാഗുറേഷന് റിബൺ കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇത് MLA വന്നതാണ് കേട്ടോ, CR മഹേഷ് MLA വന്നതാണ്. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പിന്നെ വീട്ടിലൊക്കെ പോയി ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ ചെയ്തപ്പോൾ ശരിക്കും പണ്ട് സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഓർഗനൈസ് ചെയ്തൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത്. കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു മെമ്മറീസിലെവിടെയൊക്കെ കടന്നുപോയി. അപ്പോൾ നമുക്കിനി ഇനാഗുറേഷൻ്റെ വീഡിയോസ് കാണാം. കല്യാണത്തിന് പാലക്കാട് രാവിലെ ആന്ധ്രയിൽ കണ്ണിരുളുമായ്ക്കാൻ കഴിയണേ, ഹൃദയദീപം തെളിയണേ. കണ്ണിരുളുമായ്ക്കാൻ കഴിയണേ, അമ്മ എന്നിൽ നട്ടതെല്ലാം നന്മയായി പുലരണേ. ഹൃദയദീപം തെളിയണേ, കണ്ണിരുളുമായ്ക്കാൻ കഴിയണേ.
സത്യമാകും വാക്കു ചൊല്ലാൻ അങ്ങനാവിൽ നിറയണേ. ിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, മധു ഈ സ്റ്റേജിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങളെ, അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അറിവിലേക്ക്, നമുക്ക് ഒരു അംഗൻവാടി എന്നുള്ളത് നമ്മുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. നമുക്ക് ആദ്യ കാലത്ത് 1 സെന്റ് സ്ഥലമുണ്ട്. എങ്കിലും നമ്മുടെ പ്രസിഡന്റിന്റെയും ഒരുപാട് പ്രയത്നം ഈ അംഗൻവാടിക്ക് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ അവരെ കോൺട്രാക്ട് വർക്ക് എടുത്ത പുള്ളി അത് ചെയ്യാതിരിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒത്തിരി ഇടപെടലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറെ പ്രിയങ്കരിയായ നമ്മുടെ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോളെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ MLA, ഏറെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട MLA, നമ്മുടെ ഇപ്പൊ നമുക്ക് 2 റോഡൊക്കെ MLA നമുക്ക് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ആദരണീയായ ശ്രീ സജീവ് ഓണംപുള്ളി അവറുകൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ VR മനുരാജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അംബുജാക്ഷി അവറുകൾ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ്തി രവീന്ദ്രൻ അവറുകൾ, പഞ്ചായത്ത് മെമ്പർമാർ ശ്രീ KM രാജു അവറുകൾ, സുഭദ്രകുമാരി അവറുകൾ, ബിപിൻ രാജ് അവറുകൾ, VS സിന്ധു അവറുകൾ, പി പ്രസന്ന അവറുകൾ, നാവലം മെമ്പർ റംഷാദ് മെമ്പർ, ഇവിടെ അംഗനവാടി ടീച്ചർ ശ്രീമതി ബീന അവറുകൾ, ഹെൽപ്പറുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ സന്തോഷ് വർഗീസ് അവറുകൾ, പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മധു, മറ്റ് മുൻ പഞ്ചായത്ത് മെമ്പർമാർ ശ്രീ പത്മജൻ അവറുകൾ, ശ്രീ ടിച്ചൻ മെമ്പർ അവറുകൾ, മറ്റു നല്ലവരായ നാട്ടുകാരെ, പ്രിയമുള്ളവർ, ഇവിടെ ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് 2 അംഗനവാടിയാണ്. ഒരെണ്ണം അപ്പുറത്ത് വാർഡിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വരുന്നത്. മുൻ MLA ശ്രീ R രാമചന്ദ്രൻ അവറുകൾ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ ജനങ്ങളുടെയും ആവശ്യപ്രകാരം അനുവദിച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. ശ്രീ R രാമചന്ദ്രൻ അവറുകൾ ഇപ്പോൾ നമ്മളോടൊപ്പമില്ല. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നന്ദിയോടുകൂടി ഓർക്കുകയാണ്, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരു മണ്ണ് പോലും വെറുതെ കൊടുക്കുന്ന കാലമല്ല. വഴി നടക്കാൻ പോലും ആരും അനുവദിക്കാത്ത തരത്തിൽ എല്ലാവരും സ്വാർത്ഥരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ സമയത്താണ് തൻ്റെ ഗ്രാമത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഇടമില്ലാതെ വിഷമിച്ച സമയത്ത് പഞ്ചായത്ത് മെമ്പർക്ക് അനുഗ്രഹമായി അവരെ സഹായിക്കാൻ അവരുടെ അഭ്യർത്ഥന പ്രകാരം വസ്തു തന്ന് സഹായിച്ച ഇടച്ചിറയിൽ ജനാർദ്ദനൻ അവറുകൾ, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ പ്രിയപ്പെട്ട ശ്രീ മധു ഒരു പ്രവാസിയാണ്. മധുവിൻ്റെ മസ്കറ്റിലുള്ള വീട്ടിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഞാൻ നേരത്തെ പോയിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ മധുവിനെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും കുടുംബാംഗങ്ങളെയും സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും എല്ലാം ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ അംഗനവാടികളുടെ നിർമ്മാണ പ്രവർത്തനത്തിലും പുനരുദ്ധാരണത്തിലുമൊക്കെ വളരെ ജാഗ്രതയും ശ്രദ്ധയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി കേവലം 4 അംഗനവാടി മാത്രം കെട്ടിടം നിർമ്മിച്ചാൽ മതി. അതിനും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ
മുഴുവൻ ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കെട്ടിടങ്ങൾക്കും അംഗനവാടി കെട്ടിടങ്ങളും നിർമ്മാണം നടത്തുവാൻ ശ്രമിക്കുകയാണ്. സ്മാർട്ട് അംഗനവാടി ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് ക്ലാപ്പന. അത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 10ാം വാർഡിൽ അനുവദിച്ച അംഗനവാടി 15 ലക്ഷം രൂപ അനുവദിച്ച അംഗനവാടിയുടെ ഫണ്ട് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ അംഗനവാടി വളരെ മനോഹരമായി മാതൃകാ അംഗനവാടിയാക്കി സ്മാർട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അതിന്റെ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരദേശ പ്രദേശമാണ് പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് റോഡുകൾ തകർന്നു കിടക്കുന്നത് ഉണ്ട്. എല്ലാവരുടെയും സംയുക്തമായ സഹകരണത്തോടുകൂടി ത്രിതല പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, MLA എന്നുള്ള നിലയിൽ ഞാൻ, MP, എല്ലാവരുടെയും സംസ്ഥാന സർക്കാർ എല്ലാവരുടെയും സമഗ്രമായി കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുവരികയാണ്. അത് ഏറ്റവും വലിയൊരു പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരം കണ്ടത്. പഞ്ചായത്തിന്റെ കൂടി അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഓച്ചറ ആയിരന്തങ്ങ് അഴീക്കൽ ലാലാജി ജംഗ്ഷൻ പണിക്കർ കടവ് കല്ലമ്മൂട്ടക്കടവ് പോലീസ് സ്റ്റേഷൻ റോഡ് 22.5 കോടി രൂപയാണ് കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നും അനുവദിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നും CRFിൽ നിന്നും അനുവദിച്ച റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ആയിരക്കണക്കിന് വാഹനങ്ങൾ പോവുകയും ഹാർബറിലോട്ട് പോവുകയും എല്ലാ കാലത്തും ഒരു ശാപമോഷം കിട്ടാതെ പോലെ എന്നും കട്ടറും ദുരിതം അനുഭവിക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. വെള്ളക്കെട്ടുള്ളിടത്ത് അതിന്റെ ടൈലടിയിൽ നടന്നു വരികയാണ്. അപ്പോൾ അത്തരത്തിൽ കൂടി അനുഭാവപൂർവമായി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് വേണ്ടുന്ന തീരുമാനം എടുക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Number